മാലേഗാവ് സ്ഫോടന കേസിലെ പ്രതികളെ മതിയായ തെളിവുകളുടെ അഭാവത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി NIA കോടതി വെറുതെ വിട്ടു. മുൻ BJP MP പ്രഗ്യാ സിംഗ് താക്കൂർ, ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് ശ്രീകാന്ത് പുരോഹിത്, മേജർ രമേശ് ഉപാധ്യായ, അജയ് രഹിർക്കർ, സുധാകർ ദ്വിവേദി, സുധാകർ ചതുർവേദി, സമീർ കുൽക്കർണി എന്നിവരുൾപ്പെടെയുള്ള എല്ലാ പ്രതികളെയും 17 വർഷത്തിന് ശേഷമാണ് കുറ്റവിമുക്തരാക്കിയത്. നീണ്ട നിയമ പോരാട്ടങ്ങൾക്കും നിരവധി അന്വേഷണ ഏജൻസികളുടെ ഇടപെടലുകൾക്കും ഒടുവിൽ ഈ കേസ് ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ ഒരു പുതിയ അധ്യായം കുറിക്കുകയാണ്. 2008 സെപ്റ്റംബർ 29-നാണ് മുംബൈയിൽ നിന്ന് ഏകദേശം 200 കിലോമീറ്റർ അകലെയുള്ള മലേഗാവിലെ ഒരു പള്ളിക്കടുത്ത് സ്ഫോടനം നടന്നത്. റംസാൻ മാസത്തിലെ അവസാന ദിവസമായ അന്നത്തെ സ്ഫോടനത്തിൽ 6 പേർ കൊല്ലപ്പെടുകയും 100-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഒരു മോട്ടോർ സൈക്കിളിൽ ഘടിപ്പിച്ച ബോംബാണ് പൊട്ടിത്തെറിച്ചതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഈ സംഭവം ലോകമെമ്പാടും വലിയ ഞെട്ടലുണ്ടാക്കുകയും വർഗീയ സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തു. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ മലേഗാവിലെ പള്ളിക്ക് സമീപം നടന്ന സ്ഫോടനം ആസൂത്രിതമായിരുന്നുവെന്ന് പിന്നീട് അന്വേഷണ ഏജൻസികൾക്ക് ബോധ്യപ്പെട്ടു. കേസ് ആദ്യം അന്വേഷിച്ചത് ഹേമന്ത് കാൽക്കറയുടെ നേതൃത്വത്തിലുള്ള മഹാരാഷ്ട്ര അതായത് ATS ആയിരുന്നു. തീവ്ര ഹിന്ദുത്വ സംഘടനയായ അഭിനവ് ഭാരതാണ് സ്ഫോടനത്തിന് പിന്നിലെന്ന് ATS കണ്ടെത്തി. സ്ഫോടനത്തിൽ ഉപയോഗിച്ച മോട്ടോർ ബൈക്ക് പ്രഗ്യാ സിംഗ് താക്കൂറിന്റെ പേരിലാണെന്നതും അവരുടെ അറിവോടെയാണ് സ്ഫോടനം നടന്നതെന്നും ATS അന്വേഷണത്തിൽ കണ്ടെത്തി. ഈ കണ്ടെത്തലുകൾക്ക് പിന്നാലെ 2008 ഒക്ടോബറിൽ പ്രഗ്യാ സിംഗ് താക്കൂറിനെയും പ്രസാദ് പുരോഹിതിനെയും ATS അറസ്റ്റ് ചെയ്തു. ഇവരുടെ അറസ്റ്റ് രാജ്യത്ത് വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചു. പ്രത്യേകിച്ച് ഹിന്ദുത്വ സംഘടനകളിൽ നിന്നുള്ള ശക്തമായ പ്രതിഷേധങ്ങൾക്കും നിയമപരമായ ചോദ്യം ചെയ്യലുകൾക്കും ഇത് വഴിവെച്ചു. എന്നാൽ കേസിന്റെ ഗതി മാറ്റിമറിച്ചത് 2008 നവംബറിൽ മുംബൈയിൽ നടന്ന ഭീകരാക്രമണമായിരുന്നു. ഈ ആക്രമണത്തിൽ ധീരനായ ATS തലവൻ ഹേമന്ത് കാർക്കറയ്ക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന്റെ മരണം മാലേഗാവ് കേസിന്റെ അന്വേഷണത്തെ പലതരത്തിൽ സ്വാധീനിച്ചു. ATS പ്രതികൾക്കെതിരെ UAPA മക്കോക്ക നിയമങ്ങൾ ചുമത്തി 2009 ജനുവരിയിൽ ആദ്യ കുറ്റപത്രം സമർപ്പിച്ചു. എന്നാൽ 2009 ജനുവരി 31-ന് ഒരു പ്രത്യേക കോടതി മക്കോക്ക വകുപ്പുകൾ ഒഴിവാക്കി. ഇത് ATSന്റെ കണ്ടെത്തലുകളെ സംശയത്തിന് നിഴലിലാക്കി. എങ്കിലും പിന്നീട് ബോംബെ ഹൈക്കോടതി മക്കോക്ക നിലനിൽക്കുമെന്ന് വിധിച്ച് ATSന്റെ നിലപാടിന് താൽക്കാലികമായി പിന്തുണ നൽകി. 2011 ഏപ്രിൽ 13-ന് കേസ് ദേശീയ അന്വേഷണ ഏജൻസിയായ NIA ഏറ്റെടുത്തു. NIAയുടെ വരവോടെ കേസിന്റെ അന്വേഷണത്തിലും നിയമപരമായ നടപടിക്രമങ്ങളിലും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായി. 2016-ൽ NIA കേസിൽ നിന്ന് മക്കോക്ക വകുപ്പുകൾ ഒഴിവാക്കി. ATS കുറ്റസമ്മതം നിർബന്ധിച്ച് രേഖപ്പെടുത്തിയതാണെന്ന് NIA തങ്ങളുടെ അനുബന്ധ കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടി. ഇത് ATS നടത്തിയ അന്വേഷണത്തിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നതായിരുന്നു. NIAയുടെ ഈ നിലപാട് രാഷ്ട്രീയ വൃത്തങ്ങളിലും നിയമരംഗത്തും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. NIAയുടെ ഈ നീക്കത്തെ പ്രതിഭാഗം സ്വാഗതം ചെയ്തപ്പോൾ ATSന്റെ അന്വേഷണത്തെ ദുർബലപ്പെടുത്താനുള്ള ശ്രമമാണെന്ന് പലരും വിമർശിച്ചു. നീണ്ടകാലത്തെ ജയിൽവാസത്തിന് ശേഷം 2017 ഏപ്രിൽ 25-ന് ബോംബെ ഹൈക്കോടതി പ്രഗ്യാ സിംഗ് താക്കൂറിന് ജാമ്യം അനുവദിച്ചു. അതേസമയം ഓഗസ്റ്റിൽ സുപ്രീം കോടതി പ്രസാദ് പുരോഹിതിനും ജാമ്യം അനുവദിച്ചു. പ്രതികൾക്ക് ജാമ്യം ലഭിച്ചത് കേസിന്റെ ഗതിയെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്ക് ആക്കം കൂട്ടി. പലരും ഇത് പ്രതികളെ വെറുതെ വിടുന്നതിനുള്ള ആദ്യപടിയായി കണ്ടു. 2018-ലാണ് NIA അന്തിമ കുറ്റപത്രം സമർപ്പിച്ചത്. അതേ വർഷം ഡിസംബറിൽ വിചാരണ ആരംഭിച്ചു. 2025 ഏപ്രിലാണ് കേസിൽ അന്തിമവാദം പൂർത്തിയായത്. ഈ കാലയളവിൽ 5 ജഡ്ജിമാരാണ് കേസ് വാദം കേട്ടത്. കേസിന്റെ സങ്കീർണതയും രാഷ്ട്രീയ പ്രാധാന്യവും കാരണം വിചാരണ പലപ്പോഴും തടസ്സപ്പെട്ടു. പ്രോസിക്യൂഷൻ 323 സാക്ഷികളെയും പ്രതിഭാഗം 8 സാക്ഷികളെയും വിസ്തരിച്ചു. എന്നാൽ വിചാരണയ്ക്കിടെ 36 സാക്ഷികൾ കൂറുമാറിയിരുന്നു എന്നത് കേസിന്റെ വിശ്വാസ്യതയെ വീണ്ടും ചോദ്യം ചെയ്തു. ഇത് പ്രോസിക്യൂഷന്റെ വാദങ്ങളെ ദുർബലപ്പെടുത്തുകയും പ്രതിഭാഗത്തിന് അനുകൂലമായ സാഹചര്യം ഒരുക്കുകയും ചെയ്തു. ഒടുവിൽ എല്ലാ തെളിവുകളും വാദങ്ങളും പരിശോധിച്ച ശേഷം NIA കോടതി പ്രതികൾക്കെതിരെ മതിയായ തെളിവുകൾ ഇല്ല എന്ന് കണ്ടെത്തി UAPA കുറ്റം നിലനിൽക്കില്ലെന്നും ഗൂഢാലോചനയ്ക്ക് തെളിവില്ലെന്നും വിചാരണ കോടതി വിധിച്ചു. മോട്ടോർ ബൈക്കിൽ സ്ഫോടന വസ്തു വെച്ചതിന് തെളിവില്ലെന്നും പ്രഗ്യാ സിംഗ് താക്കൂറിന്റെ അറിവോടെയാണ് സ്ഫോടനം എന്നതിന് തെളിവില്ലെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. ഈ വിധിയിലൂടെ മലേഗാവ് സ്ഫോടന കേസ് ഒരു നിയമപരമായ കുരുക്കഴിക്കുകയും നീണ്ട 17 വർഷങ്ങൾക്ക് ശേഷം എല്ലാ പ്രതികളെയും കുറ്റവിമുക്തരാക്കിക്കൊണ്ട് ഒരു പുതിയ അധ്യായം കുറിക്കുകയും ചെയ്തു. ഈ വിധി ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയും ഭാവിയിൽ സമാനമായ കേസുകളെ എങ്ങനെ സമീപിക്കണമെന്നതിന് ഒരു മാതൃകയാവുകയും ചെയ്യും.